കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി മോദി മൻ കി ബാത്തിൽ പറഞ്ഞു, നാളെ തുടങ്ങി നോട്ടുകളില്ല. എല്ലാവരും അപ്രതീക്ഷിതമായിരുന്നു. എല്ലാവരും പകച്ചുപോയി എല്ലാവരും. പിന്നീട് കാണുന്നത് ATM സെന്ററുകളെ മുന്നിലുള്ള നീണ്ട ക്യൂ ആണ്. പക്ഷെ അതൊരു വലിയ പദ്ധതിയുടെ തുടക്കമായിരുന്നു. എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിലൂടെ എന്ത് ലക്ഷ്യം വെച്ചു, അതിലേക്ക് ഇന്ന് ഇന്ത്യ എത്തിയിട്ടുണ്ട്. അതിന് ഈ ഒരു കാര്യം വേണമായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അതൊരു ഭരണകൂടം എന്ത് ചെയ്താലും ഒരു വിമർശനം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് കാണാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പുതിയൊരു പ്രഖ്യാപനവുമായിട്ട് നമ്മുടെ മോദി സർക്കാർ വരുന്നുണ്ട്. അതായത് 12ഓളം പൊതുമേഖലാ ബാങ്കുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇതിനെ ലയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അപ്പൊ പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. ഈ 12 ബാങ്കുകൾ ലയിപ്പിക്കുമ്പോൾ ഇനി ബാങ്ക് ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യം പോലും നമ്മുടെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്, നമ്മുടെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. എന്താണ് സത്യത്തിൽ? എന്തായാലും പ്രജിത ചോദിച്ച ഈ സംശയങ്ങളും ഈ ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമാണ്. ശരിയാണ്, ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയം അണിയറയിൽ ഇത്തരം ഒരു ആലോചനയിലാണ്. അത് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ ഒരു ആലോചന നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ബാങ്കുകളിലെ ലയനം എന്ന് പറയുന്നത് 2017 SBIയിൽ ലയിച്ചതാണ് രാജ്യത്ത് ഏറ്റവും ഒടുവിൽ നടന്ന ഏറ്റവും വലിയ ലയനം എന്ന് പറയുന്നത്. നിരവധി ബാങ്കുകളാണ് അന്ന് SBIയിൽ ലയിച്ചത്. ഈ ഒരൊറ്റ ലയനത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായിട്ട് SBI വളർന്നു. അത് ലോകമെമ്പാടും അത് വളർന്നു. അപ്പൊ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വലിയ സ്രോതസ്സായി SBI വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണേണ്ടത്. പിന്നീട് ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഈ വരുമ്പോൾ ഏതൊക്കെ ബാങ്കുകളാണ് ഈ തരത്തിൽ 12 പൊതുമേഖലാ ബാങ്കുകളെ, ഇപ്പൊ ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുക വിഴുങ്ങുന്നു എന്നാ പറയുക. സാമ്പത്തികമായി ഈ ബാങ്കുകളൊക്കെ വിഴുങ്ങി ഭീമന്മാർ വളരുന്നു. ഈ ഭീമന്മാർ എന്ന് പറയുന്നത് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇതിനെ പറയാൻ പറ്റില്ല. അപ്പൊ അത് സ്വദേശപരമായിട്ട് നമുക്ക് ഈ ഒരു മാറ്റത്തെ കാണാം. ഈ 12 പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 3ആയി കുറയ്ക്കുമ്പോൾ ഏതൊക്കെ ആണ് ആ 3ആയി കുറയുന്ന ബാങ്കുകൾ? ആ 3ആയി കുറയുന്ന ബാങ്കുകളൊക്കെ 3ആയിട്ട് വലുതാവും കൂടെ ചെയ്യുകയാണ്. അങ്ങനെയുണ്ടല്ലോ. അപ്പം ഈ ഏറ്റെടുക്കലിലൂടെ വലുതാവുകയാണ്. അങ്ങനെ വലുതാവുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. മറ്റൊന്ന് നമ്മുടെ കാനറ ബാങ്ക്, നമ്മൾ ദക്ഷിണേന്ത്യയിലെ കാനറ ബാങ്ക്, കർണാടകത്തിലെ ബാങ്കാണ്. ഇതിനെ കേന്ദ്രീകരിച്ചാണ് ഈ ലയനം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലയനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താ വെച്ചാൽ രാജ്യത്തെ ബാങ്കിങ് സംവിധാനത്തിന് കരുത്തു പകരുകയും അന്താരാഷ്ട്ര തലത്തിൽ മത്സരക്ഷമമാക്കുകയും ചെയ്യാന്നുള്ള. ഇന്റർനാഷണലി ബാങ്കുകളൊക്കെ വലിയ ബാങ്കുകളൊക്കെ വന്നപ്പോൾ അവരോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാർ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കാര്യക്ഷമതയും മൂല്യവും വർദ്ധിപ്പിക്കുക. ബാങ്കുകളുടെ മൂല്യം ലയനത്തോടെ അവരുടെ മൂല്യം വർദ്ധിക്കും. അവരുടെ വന്നു ചേരുന്ന ഫണ്ടുകളുടെ അളവ് കൂടും. അപ്പൊ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ മൂല്യം വർദ്ധിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യക്ഷമതയും വർദ്ധിക്കുന്നതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ വൻകിട ധനസഹായങ്ങൾ നൽകാൻ ഈ ബാങ്കുകൾക്ക് പറ്റും. വലിയ ബാങ്കുകൾക്ക് കൂടുതൽ പണം സമാഹരിക്കാൻ കഴിയും. കാരണം അവരുടെ വലിപ്പം കണ്ടിട്ട് കൂടുതൽ ഫണ്ട് സോഴ്സ് ഏജൻസികൾ അവർക്ക് ഫണ്ട് നൽകും. അപ്പൊ രാജ്യത്തെയും വിദേശ സ്ഥാപനങ്ങളെയും സാമ്പത്തികമായി ഇതിലൂടെ സഹായിക്കാൻ ഈ ബാങ്കുകൾക്ക് പറ്റും. ഇത്തരം കാര്യങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ നിർണായകമാണ്. എന്നിരിക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെലവ് കുറയ്ക്കാൻ കഴിയുന്നതാണ്. ഒരേ പ്രദേശത്തെ ഒന്നിലധികം ബാങ്കുകളുടെ ശാഖകൾ തമ്മിൽ സംയോജിപ്പിക്കുന്നതിലൂടെ പ്രവർത്തന ചെലവുകൾ കുറയ്ക്കാൻ പറ്റും. കാരണം അതെല്ലാം ഒന്നാക്കി മാറ്റുമ്പോൾ എളുപ്പത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. മറ്റൊന്ന് സാങ്കേതികപരമായ നവീകരണമാണ്. അതിനെ ടെക്നോളജി കൊണ്ട് അതിനെ നവീകരിക്കുമ്പോൾ, ബെറ്റർ ആക്കുമ്പോൾ ചെറിയ ബാങ്കുകൾക്ക് വലിയ സാമ്പത്തിക ഭാരമാകുന്ന ഈ സാങ്കേതിക നവീകരണ പ്രക്രിയയുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ പറ്റും. വലിയ ബാങ്കുകൾക്ക് കൂടുതൽ കാര്യക്ഷമതയോടെ അത് ചെയ്യാനും പറ്റും. വലിപ്പമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് ചെയ്യാൻ പറ്റും, ചെറിയ ചെലവിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ഈ ലയന സാധ്യതകൾ ലക്ഷ്യമിടുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കും. 3 ബാങ്കുകൾ പ്രധാനമായിട്ടും പറഞ്ഞല്ലോ, SBIയും പിന്നെ കാനറ ബാങ്കും PNBയും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ SBI ലയിക്കാൻ പോകുന്ന ബാങ്കുകൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് ഒന്ന്. മറ്റൊന്നും യൂക്കോ ബാങ്കാണ്, പ്രശസ്തമായ ബാങ്ക്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, അത് നോർത്ത് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ബാങ്കാണ്. ഇവയെ SBIയുമായി ലയിപ്പിക്കാൻ പദ്ധതി. എല്ലാത്തിനും ബ്രാഞ്ച് നമ്മുടെ നാട്ടിലുണ്ട്. എല്ലായിടത്തും നമ്മളെ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ഈ ബാങ്കുകൾക്കൊക്കെ ശാഖകളുണ്ട്. അപ്പൊ ഇതിലൂടെ SBI രാജ്യത്തെ ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ ബാങ്കായിട്ട്, ഒന്നാമത്തെ ബാങ്കാണ് ഇപ്പോൾ, വീണ്ടും കൂടുതൽ ഒന്നാമത്തെ ബാങ്കായിട്ട് വളരുമെന്നാണ്.
PNB ആകട്ടെ രാജ്യത്തെ രണ്ടാമത്തെ ബാങ്കായ PNB, ബാങ്ക് ഓഫ് ബറോഡയും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയെ ലയിപ്പിക്കാനാണ് പദ്ധതി വരുന്നത്. അപ്പോഴും ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കായിട്ട് വീണ്ടും വലുതാവുകയാണ് PNB. മൂന്നാമത്തെ ദക്ഷിണേന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ബാങ്കായ കാനറ ബാങ്ക്, യൂണിയൻ ബാങ്കും ഇന്ത്യൻ ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയും സംയോജിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പക്ഷെ ഈ ലയനത്തിലൂടെ ഇതൊരു വലിയ സാമ്പത്തികമായ വലിയൊരു മാറ്റത്തിന് കളമൊരുക്കുമ്പോൾ ഈ ലയനത്തിലൂടെ എതിർപ്പുകളും ആശങ്കകളും മുന്നോട്ട് വരുന്നുണ്ട്. നേരത്തെ പ്രതിനിധി സൂചിപ്പിച്ചു അല്ലേ? ഉറപ്പായിട്ടും ആശങ്കകൾ ഉണ്ടാകുമല്ലോ, ധാരാളമുണ്ട്. അപ്പൊ ആശങ്കകളിൽ സുപ്രധാനമായ എതിർപ്പ് പറയുന്നത് ഈ ലയനം സ്വകാര്യ ബാങ്കുകൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു ആരോപണമുണ്ട്. മറ്റ് സ്വകാര്യ ബാങ്കുകൾക്ക് വളരാനുള്ള, മറ്റ് ബാങ്കുകളിൽ ഇല്ലാതാവും, ചെറിയ ചെറിയ ബാങ്കുകൾ ഇല്ലാതായിട്ട് ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ ആ ഒരു വാക്വം വരും. അപ്പൊ അവിടെ ആ സ്പേസിലേക്ക് സ്വകാര്യ ബാങ്കുകൾക്ക് വളരാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് എന്നൊരു ആരോപണമുണ്ട്. അപ്പം മറ്റൊന്ന് തൊഴിൽ നഷ്ടമാണ്. ബാങ്കുകളെ ലയിപ്പിക്കുമ്പോൾ നിരവധി ശാഖകൾ അടച്ചുപൂട്ടേണ്ടി വരുമല്ലോ. ഒരുപാട് പേർക്ക് തൊഴിലില്ലാതാവും, സ്വാഭാവികമാണ്. അപ്പം തൊഴിലില്ലായ്മയ്ക്കും തൊഴിൽ നഷ്ടത്തിനും സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ അതിന് അടിസ്ഥാനമുണ്ട് കേട്ടോ, അതിന് അടിസ്ഥാനവുമുണ്ട്. മറ്റൊന്ന്, ഗ്രാമീണ ബാങ്കിങ് സേവനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമുക്ക് തൊട്ടടുത്തൊരു ബാങ്കുണ്ട്. അപ്പൊ പല ബാങ്കുകൾ ഇങ്ങനെ പല ബാങ്കുകളുടെ ശാഖകൾ ഉണ്ടെങ്കിൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ വേറെ ഒരു ബാങ്ക്, നമ്മൾ നേരെ വാതിൽക്കൊക്കെ ബാങ്കുകളുണ്ട്. അപ്പൊ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ നഗരങ്ങളിലൊക്കെയാണ് അതിന്റെ അടിയിൽ ശാഖകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഗ്രാമങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഇത് പതുക്കെ ഇല്ലാതാവുമ്പോൾ ഒരുപാട് ദൂരം പോകേണ്ടി വരുന്ന ഒരവസ്ഥ വരും. ബ്രാഞ്ചുകളുടെ എണ്ണം കുറയും. അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, മത്സരം കുറയും. രാജ്യത്തെ ബാങ്കിനകത്തെ മത്സരം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ സേവനങ്ങളുടെ ഗുണനിലവാരത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം, അതിൽ ഇടിവ് സംഭവിക്കാം എന്ന് ആശങ്കപ്പെടുന്നവർ ധാരാളമുണ്ട്. നമ്മളെ മുൻ അനുഭവം നൽകുന്ന ഒരു ആത്മവിശ്വാസം ഈ ബാങ്കുകൾക്ക്, ലയിപ്പിക്കാൻ പോകുന്ന ബാങ്കുകൾക്കും നമ്മുടെ മന്ത്രാലയത്തിനുമുണ്ട്, ധനമന്ത്രാലയത്തിനുണ്ട്. എന്താണത്? 2017 SBI ആയുമായി 5 അസോസിയേറ്റ് ബാങ്കുകളെയും ഒരു വനിതാ ബാങ്കിനെയും ലയിപ്പിച്ചപ്പോൾ അപ്പോൾ അന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ബാങ്കിന്റെ പ്രകടനവും ലാഭവും ക്ഷമതയും ഒക്കെ ഒരുപാട് വർദ്ധിക്കാൻ അത് കാരണമായെന്നാണ്. ഈ വിജയമാണ് കേന്ദ്ര സർക്കാരിന് ലയന നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഊർജം പകരുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഭാവിയിലേക്ക് നമുക്ക് നോക്കിയാൽ ഈ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 3 കുറയ്ക്കുന്ന ഈ ലയനം ഇന്ത്യൻ ബാങ്കുകളുടെ ചരിത്രത്തിലെ സാമ്പത്തിക മേഖലയിലെ ഒരു വഴിത്തിരിവായി മാറിയേക്കാം എന്ന് തന്നെയാണ്. പക്ഷെ ഈ ലക്ഷ്യം നമ്മൾ കൈവരിക്കണമെങ്കിൽ ലയന പ്രക്രിയയെ ഏകോപിപ്പിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയും ഗുണഭോക്താക്കളുടെ സ്ഥാനം ഉറപ്പിക്കുകയും, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സ്ഥാനം കൃത്യമായി ഉറപ്പിക്കുക, അവർക്ക് എന്താണ് വേണ്ടത് എന്ന സ്ഥാനം ഉറപ്പിക്കുകയും ഗ്രാമീണ ബാങ്കിങ് സേവനങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നേടുകയും വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഗ്രാമീണ മേഖലകളിൽ ഈ ബാങ്കുകളുടെ എണ്ണം ഇല്ലാതാവുമ്പോൾ സ്വകാര്യ ബാങ്കുകൾക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാവും, അവിടെ ചൂഷണങ്ങൾ ഉണ്ടാവും, പലിശ നിരക്കുകൾ കൂടുതലാവും. ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല സേവനങ്ങളും എല്ലാ രംഗത്തും കുറഞ്ഞുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നത് ഒരു സാധ്യതയായിട്ട്, ഒരു ആശങ്കയായിട്ട് തന്നെ ഉണ്ട്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ഇത് ഗുണകരമാകുമോ എന്ന കാര്യം കാലമാണ് തെളിയിക്കേണ്ടത്. എന്തായാലും ലോകത്ത് വരുന്ന സാങ്കേതിക വിപ്ലവത്തിൽ, മാറ്റങ്ങളിൽ നമ്മളെല്ലാം ഇന്ന് കാണുന്ന ഈ ബാങ്കുകളോ ഈ ബാങ്കിങ് സിസ്റ്റമോ അതല്ലെങ്കിൽ ബാങ്കിങ് രീതികളോ, നമ്മൾ ഡിജിറ്റൽ ക്യാഷിലേക്ക് നമ്മൾ എത്ര പെട്ടെന്ന് വന്നത്, ഇന്ത്യയുടെ UPI സിസ്റ്റം ലോകത്തിന് മാതൃകയായി വന്നത്, ഈ തരത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ടെക്നോളജിയുടെ വിപ്ലവം വരുമ്പോൾ ഇന്ന് കാണുന്ന ഈ ബാങ്കുകളൊക്കെ ചിലപ്പോൾ നാളെ ഉണ്ടാവുമോ മറ്റു രൂപത്തിൽ. നാളെ അത് ഇല്ലാതാവുന്നല്ല, അത് മറ്റു രൂപങ്ങളിൽ നമുക്ക് മുന്നിൽ ദൃശ്യമാകുന്ന ഒരു കാഴ്ചയുണ്ടാവും. പക്ഷേ ആ ദൃശ്യം നമുക്കിപ്പോഴും അദൃശ്യമാണ്. നാളെ എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിലും ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തുറ്റ 3 ബാങ്കുകളായിട്ട്, സാമ്പത്തിക സ്രോതസ്സുകളായിട്ട് നമ്മുടെ ബാങ്കുകൾ PNBയും SBIയും കാനറ ബാങ്കും മാറുന്നത് സന്തോഷകരമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കരുത്തു പകരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.